നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 25, 14 മുതലുള്ള തിരുവചനങ്ങൾ. താലന്തുകളുടെ ഉപമ. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഭൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ വരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തൻ്റെയും കഴിവനുസരിച്ച് ഒരുവൻ 5 താലന്തും മറ്റൊരുവന് 2-ഉം വേറൊരുവന് 1-ഉം കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് 5 താലന്ത് കൂടി സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവനും 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചുവെച്ചു. ഏറെ കാലത്തിന് ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കൂടി സമർപ്പിച്ച്, യജമാനനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ വരമേൽപ്പിക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 2 താലന്ത് കിട്ടിയവനും വന്നു പറഞ്ഞു, യജമാനനെ, നീ എനിക്ക് 2 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 2 കൂടി സമ്പാദിച്ചിരിക്കുന്നു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ വരമേൽപ്പിക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 1 താലന്ത് കിട്ടിയവൻ വന്നു പറഞ്ഞു, യജമാനനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചുവെച്ചു. ഇതാ നിന്റേത് എടുത്തുകൊള്ളുക. യജമാനൻ പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ഭൃത്യ, ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനും ആണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ. എൻ്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു. ഞാൻ വന്ന് എൻ്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു. ആ താലന്ത് അവനിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. പ്രയോജനമില്ലാത്ത ആ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. നമുക്ക് ഏറ്റുചൊല്ലാം. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യത്തിൻ്റെ നേർച്ചാലായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയെ, നീ എന്നിൽ
ജീവിക്കണമേ. ഈശോയെ, നീ എന്നിൽ സ്നേഹിക്കണമേ. ഈശോയെ, നീ എന്നിൽ മഹത്വം നേടണമേ. നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് മാസം 29-ാം തീയതി ഈ വെള്ളിയാഴ്ച രാത്രിയിൽ നമ്മൾ ദിവ്യകാരുണ്യനാഥൻ്റെ ചുറ്റും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ കുടുംബനാഥൻ്റെ സ്വരം കേൾക്കാൻ കാത്തിരിക്കുന്നവരെ പോലെ ഇരിക്കുന്ന ഈ സമയത്തെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഓരോ രാത്രിയിലും അവിടുത്തെ വചനം കേൾക്കാൻ കഴിയുന്നത്, അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാൻ കഴിയുന്നത്, അവിടുത്തെ സാന്നിധ്യത്തിലായിരിക്കാൻ കഴിയുന്നത് വലിയ ഒരു ഭാഗ്യമാണ്. ഈശോ നമ്മോട് ഇന്ന് പറയുന്നത് താലന്തുകളുടെ ഉപമയാണ്. ആരാണ് ഈ താലന്തുകളുടെ ഉപമയുടെ ഒന്നാം ഭാഗത്ത് ഭാഗ്യമുള്ള ആൾ ആരാണ്? 5 കിട്ടിയ ആളാണോ, 2 കിട്ടിയ ആളാണോ, 1 കിട്ടിയ ആളാണോ? ആരാണ് ഭാഗ്യമുള്ള ആള്? വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല, 5 കിട്ടിയ ആള് തന്നെയാണ് ഭാഗ്യമുള്ള ആള്. അതിലിപ്പോൾ എന്താ സംശയം അല്ലേ? കൂടുതൽ കിട്ടിയ ആള് തന്നെയാണ് ഭാഗ്യമുള്ള ആള്. ഇനി ചോദ്യം 2, ആരാണ് ഈ കൂടുതൽ കിട്ടിയ ആൾ? ആരാണ്? അയാളുടെ പേരെന്താണ്? ഈ കൂടുതൽ കിട്ടിയ ആളുടെ പേര് എടുത്തു നോക്കുമ്പോൾ, അത് ആരാണെന്ന് പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. അത് നമ്മളാണ്, ഞാനാണ്. കാരണം എനിക്ക് ജനിച്ചപ്പോൾ മുതൽ വിശ്വാസമുണ്ട്. എനിക്ക് ജനിച്ചപ്പോൾ മുതൽ ഈശോയെ അറിയാം. എൻ്റെ ജനനത്തിന് ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു എന്നത് ഒരു 5 താലന്ത് കിട്ടിയതുപോലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ജനിച്ചപ്പോൾ മുതൽ എനിക്ക് ഈശോയെ അറിയാം. കുഞ്ഞുനാളിലെ മാമോദീസ സ്വീകരിക്കാൻ പറ്റി, കുമ്പസാരം സ്വീകരിക്കാൻ പറ്റി, കുർബാന സ്വീകരിക്കാൻ പറ്റി, ബൈബിള് പഠിക്കാൻ പറ്റി, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ പറ്റി, പ്രാർത്ഥനകൾ ചൊല്ലാൻ പറ്റി. അങ്ങനെ ഈശോയെ അറിയാൻ കഴിഞ്ഞു. അങ്ങനെ നോക്കിയാൽ നമുക്ക് എന്തുമാത്രം ഭാഗ്യമാണുള്ളത്. 5 കിട്ടിയ ആൾ, സംശയം വേണ്ട, അത് നമ്മൾ തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ്. ഹല്ലേലൂയ. ഇനി 2 കിട്ടിയ ആളാരാണ്? ഒരു വിശ്വാസത്തിന്റെ തലത്തിൽ നിന്ന് 2 കിട്ടിയ ആള് എന്ന് പറയുമ്പോൾ, ഈശോയെ അറിഞ്ഞിട്ട് അധികം നാളുകൾ, ഒരു 10-30 വർഷമൊക്കെ ആയി എന്ന് വിചാരിക്കുക, അത്രേ ആയിട്ടുള്ളൂ. അച്ഛൻ ഒറീസയിൽ ചെല്ലുമ്പോൾ അവിടെ ഇടവകയിലുണ്ടായിരുന്ന പല കുടുംബങ്ങളും ഒരു 20-25 വർഷങ്ങൾക്കുള്ളിൽ ക്രിസ്ത്യാനികളായവരായിരുന്നു. 2 കിട്ടിയവര്. അവർക്ക് ഈശോയെ അറിയാം, അവർ കേട്ടിട്ടുണ്ട്. പക്ഷെ കാറ്റഗിസത്തിനൊന്നും അവിടെ കുട്ടികൾക്ക് കാറ്റീസം പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല. കാറ്റീസം പോയിട്ട് എല്ലാ ഞായറാഴ്ചയും കുർബാനയിൽ പങ്കെടുക്കാനുള്ള സാഹചര്യമില്ല. അവർക്ക് ആകെ അവരുടെ വിശ്വാസം പരിശീലിക്കാനുള്ള അവസരം ഞായറാഴ്ച അവർ 2-3 മണിക്കൂർ ഇരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കും. സ്തുതിപ്പും പ്രാർത്ഥനകളൊക്കെ ആയിട്ട് ആരെങ്കിലും ഒരു ഉപദേശി എഴുന്നേറ്റ് നിന്ന് കുറച്ച് വചനമൊക്കെ പറഞ്ഞ് സ്തുതിപ്പൊക്കെ നടത്തി അവസാനിപ്പിക്കും. അതാണ് അവർക്ക് വിശ്വാസം പരിശീലിക്കാനുള്ള ഏക സാഹചര്യം. 2 താലന്ത് കിട്ടിയവർ. ഇനി ആരാണ് 1 താലന്ത് കിട്ടിയവർ? ഈശോയെക്കുറിച്ച് കേട്ടിട്ടുണ്ടവർ, പക്ഷേ വിശ്വാസമൊന്നും സ്വീകരിച്ചിട്ടില്ല. ഈശോ കർത്താവാണെന്ന് അറിയാം, എവിടെയൊക്കെ ആരെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അവിടെ ഒരു പള്ളി ഉണ്ടെന്നറിയാം, അവിടെ പ്രാർത്ഥനയുണ്ടെന്നറിയാം, അത്രയൊക്കെ ഉള്ളൂ. ഇനിയാണ് ട്വിസ്റ്റ്. അപ്പോൾ നമ്മളാണ് അനുഗ്രഹം മുഴുവൻ പ്രാപിച്ചവർ. ഇനി ഇപ്പോൾ നോക്കിയാൽ ഓരോ രാത്രിയിലും ഈശോയുടെ തിരുസന്നിധിയിലിരുന്ന് വചനം കേൾക്കാനും അവിടുത്തെ ആരാധിക്കാനും ആശീർവാദം സ്വീകരിക്കാനൊക്കെ കഴിയുന്നു എന്ന് പറയുന്നത് ഈ 5 താലന്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ കിട്ടിയിരിക്കുന്ന നമ്മൾ ഈ 5 10ആക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. നമ്മൾ നമ്മുടെ തന്നെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. നമുക്ക് 5 കിട്ടിയിട്ട് ജീവിച്ച് അങ്ങ് പോയപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ 5-ൽ നിന്ന് പലതും നഷ്ടപ്പെട്ട് 5 4ആയി മാറിയിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പണ്ടുണ്ടായിരുന്ന പ്രാർത്ഥന ഇപ്പോൾ ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പണ്ടുണ്ടായിരുന്ന സഹോദര സ്നേഹം ഇപ്പോൾ ഇല്ല എന്ന് പറയുന്ന സാഹചര്യങ്ങളുണ്ട്.
അപ്പോൾ നമ്മുടെ 5-ന് എന്ത് പറ്റി? അത് 4 കുറഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 4 ഉണ്ട്. അപ്പോൾ വേറൊരാൾ 2 കിട്ടിയത്, അയാൾക്ക് ആകെ ഉള്ളത് നേരത്തെ പറഞ്ഞതുപോലെ 2 മണിക്കൂറുള്ള ആഴ്ചയിലുള്ളൊരു പ്രാർത്ഥനാ സർവീസാണ്. പക്ഷെ അയാൾ അത് അധ്വാനിച്ച് 2 എന്നുള്ളതൊരു 3 ആക്കി. നമ്മുടെ കയ്യിൽ 4 ഉണ്ട്, അയാളുടെ കയ്യിൽ 3 ഉണ്ട്. 2 കിട്ടിയവൻ 3 ആക്കി, 5 കിട്ടിയവൻ 1 നഷ്ടപ്പെടുത്തി 4 ആക്കി. ഇനിയാണ് അച്ഛൻ്റെ മാത്തമാറ്റിക്സ്, അച്ഛൻ്റെ ചോദ്യം. ഇതിൽ ഈ 3 വലുത് 4 വലുത്? ഈ 3 വലുത്. കാരണം ഇവൻ 2 കിട്ടിയത് 3 ആക്കിയവനാണ്, മറ്റേത് നമ്മൾ 5 കിട്ടിയിട്ട് 4 ആക്കിയതാണ്. അപ്പം നമ്മുടെ 4-നേക്കാൾ വലുത് അവൻ്റെ കയ്യിലെ 3. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ 1 കിട്ടിയവൻ 1.5 ആക്കിയതാണ് വലുത്. ഇനി അവസാന ഭാഗത്തേക്ക് വരാം. 1 കിട്ടിയവൻ 1 തന്നെ കൊണ്ടുവരികയാണ്. അവനൊന്നും കൂട്ടിയിട്ടില്ല. 1 കിട്ടിയത് ഒന്നും കളഞ്ഞിട്ടുമില്ല. 1 കിട്ടിയവൻ 1 തന്നെ കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ട് പറയാണ്, ദേ നീ തന്നത് ഇവിടെ തന്നെ ഉണ്ട്, ഒന്നും പോയിട്ടില്ല, പിടിച്ചോ എന്ന് പറഞ്ഞ് 2 ഡയലോഗും പറഞ്ഞു. അപ്പോൾ 1 കിട്ടിയത് 1 തന്നെ കൊണ്ടുവന്നവനോട് എന്താണ് പറയുന്നത്? നീ ദുഷ്ടനാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, നീ ദുഷ്ടനാണ്, നീ മടിയനാണ്. അവനെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവൻ പ്രയോജനമില്ലാത്തവനാണ്. അവനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടി ഉണ്ടാവും. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? 1 കിട്ടിയത് 1 തന്നെ കൊണ്ടുവന്നവനോട് പറയാണ്, അവൻ ദുഷ്ടനാണ്, അവൻ അലസനാണ്, അവൻ പ്രയോജനമില്ലാത്തവനാണ്, അവനെ എടുത്ത് തീയിലിടുക. നമുക്ക് സന്തോഷമായി. ഇനി ആദ്യത്തെ ഇതിലേക്ക് വന്നേ. 5 കിട്ടിയിട്ട് 4 ആക്കി വന്നവനോട് എന്തായിരിക്കും പറയുന്നത്? അതിവിടെ എഴുതിയിട്ടില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു, അപ്പോൾ ഇത് 1 കിട്ടിയിട്ട് ഒന്നും കളയാതെ കൊണ്ടുവന്നവനോട് ഇതാണ് സ്ഥിതി. അപ്പോൾ 5 കിട്ടിയിട്ട് 4 ആക്കിയവനോടുള്ള ഡയലോഗ് ഇവിടെ എഴുതാൻ പറ്റാത്തത് കൊണ്ട് എഴുതാത്തതായിരിക്കും. അത് നമ്മൾ ഓരോരുത്തരും ഊഹിച്ചു. അപ്പം അപ്പോൾ ഇത് ഈ താലന്തുകളുടെ ഉപമ വീണ്ടും വീണ്ടും എടുത്ത് ധ്യാനിച്ചിട്ട്, ഈ 5 കിട്ടിയത് ഞാനാണെന്നും എനിക്ക് കിട്ടിയ 5 ദൈവസ്നേഹമായിട്ടും പരസ്നേഹമായിട്ടും ഒക്കെയുള്ള വിശ്വാസമായിട്ടും പ്രത്യാശയായിട്ടും സ്നേഹമായിട്ടും കൂതാശകളുമൊക്കെ ആയിട്ട് നല്ല കുടുംബമായിട്ട് നല്ല മാതാപിതാക്കളെ എനിക്ക് കിട്ടി, നല്ല സഹോദരങ്ങളെ എനിക്ക് കിട്ടി, നല്ല മക്കളെ എനിക്ക് കിട്ടി. ഇതൊക്കെ താലന്തുകളാണ്. ഇതെല്ലാം ഞാൻ ദൈവരാജ്യത്തിനു വേണ്ടി എത്ര അധികമായി അത് വർദ്ധിപ്പിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് കിട്ടിയ വിശ്വാസം ഒരു 5 പേർക്ക് കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ടോ? ഒരു 10 പേരെ കൂടി ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന, അങ്ങനെയാണ് അത് വർദ്ധിപ്പിക്കുന്നത്. എൻ്റെ ജീവൻ, ഈശോയുടെ ജീവൻ അത് ഇരട്ടിയാക്കി മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് നമുക്ക് ഈ രാത്രിയിൽ ചെലവഴിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, നാളെ ഓഗസ്റ്റ് മാസം 30-ാം തീയതി തിരുസഭ വിശുദ്ധ എവുപ്രാസ്യാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. നമ്മുടെ മലയാള മണ്ണിൽ ജനിച്ച് ജീവിച്ച് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ എവുപ്രാസ്യാമ്മയുടെ ജീവിതവും ജീവിത മാതൃകയും നമുക്ക് പ്രചോദനമാകട്ടെ. ഈ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ജീവിത വിശുദ്ധിയിൽ മുന്നോട്ട് പോകാൻ സഹായകരമായി തീരട്ടെ. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് മനസ്സിൽ ധ്യാനിക്കാം. എത്രമാത്രം കർത്താവ് എനിക്ക് തന്നതിനെ ഞാൻ ഉത്തരവാദിത്വത്തോടുകൂടെ നഷ്ടപ്പെടുത്താതെ ഇരട്ടിയാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് ധ്യാനിക്കാം. നമുക്ക് പലപ്പോഴും വന്നുപോയ പരാജയങ്ങളുണ്ട്, നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്, പല അവസരങ്ങളും വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതിരുന്നിട്ടുണ്ട്. നമുക്ക് അനുദപിക്കാം. ദൈവസ്നേഹത്തിനെതിരെ പരസ്നേഹത്തിനെതിരെ ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവർത്തികളിൽ വന്നുപോയ എല്ലാ വീഴ്ചകളെയും ഓർത്ത് അനുദപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ,
ഈശോയെ 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 ഈശോയെ. കർത്താവ് നമുക്ക് ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് കരമടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ വ്യക്തിപരമായ 7 നിയോഗങ്ങൾ ഈ രാത്രിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി കർത്താവ് നമ്മെ പ്രത്യേകമായി ഭരമേൽപ്പിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കടമയുള്ള ആളുകളുണ്ട്. മക്കൾ, ജീവിത പങ്കാളി, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അയൽക്കാർ, തിരുസഭ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മിഷണറി പ്രവർത്തനങ്ങൾ, സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങൾ. എല്ലാവരും ഈശോയെ അറിയണം എന്നത്, എല്ലാവരും ഈശോയെ സ്നേഹിക്കണം എന്നത് നമ്മുടെ വ്യക്തിപരമായ നിയോഗത്തിൻ്റെ ഭാഗമായി മാറട്ടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് ഓരോ പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കുമ്പോൾ ഹൃദയത്തിൽ അവിടുത്തെ തിരുമുഖം കണ്ട് നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ 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 നമുക്ക് മുട്ടുകുത്താം. നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. രാത്രിയിൽ പട്ടിണി കിടക്കുന്നവരെയും ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നവർ, താമസ സൗകര്യങ്ങളില്ലാത്തവർ, യാത്ര ചെയ്യുന്നവർ, പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗികളായി കഴിയുന്നവർ, നാളെ സർജറിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, എല്ലാവരെയും സമർപ്പിക്കാം. മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരെയും, ഏകാന്തതകളിലും ദുഃഖത്തിലും നിരാശയിലുമായിരിക്കുന്നവരെയും, ഈ ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാ മനുഷ്യരെയും, അഭയാർത്ഥി ക്യാമ്പുകളിലും ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലും ഒക്കെ കഴിയുന്നവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ഈശോ സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് അവിടുത്തെ ആരാധിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും കാണുകയും കേൾക്കുകയും ഞങ്ങൾക്ക് താലന്തുകൾ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്
ഞങ്ങളുടെ വിശ്വസ്തയോടുകൂടെയുള്ള പ്രവർത്തികളെ അഭിനന്ദിക്കുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ളൊരു രാത്രി ആശംസിക്കുന്നു. നാളെ കൂടുതൽ ആരോഗ്യത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപരിക്കാൻ സാധിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതിച്ചെല്ലാം.